ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മോഹിനി ചേച്ചിയോട്ടിരിക്കാൻ? പഴയ മോഹിനി ഉണ്ടോ? എന്തൊക്കെ പറയാം അമ്മയുടെ അഭിനയം കണ്ടിട്ടോ? വലിയ നല്ല അഭിപ്രായമൊന്നുമല്ല. അഭിനയം കൊള്ളില്ലെന്നാണ് പറയുന്നത്. ഈ ഒരു ജനറേഷൻ അങ്ങനെ സീരിയലൊന്നും അങ്ങനെ കാണുന്ന കൂട്ടത്തിലല്ല. ഹസ്ബൻഡ് അതിലെ എപ്പിസോഡ് ഡയറക്ടർ ആയിരുന്നു. പക്ഷെ അത് എങ്ങും പറഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ആഘോഷങ്ങൾ 25 ഇയേഴ്സിലെ ആഘോഷങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു. അല്ല, നിങ്ങളൊക്കെ വന്ന് പറയുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഇത്രയും വർഷമായി അല്ലേ. അന്നൊക്കെ ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ട്. പിന്നെ അതൊക്കെ തരണം ചെയ്ത് വന്നേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥയിൽ. ഹലോ നമസ്കാരം, മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. നമ്മുടെ മിനി സ്ക്രീനിൽ കുറേ അധികം സീരിയൽ ആർട്ടിസ്റ്റുകളാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്നൊരു ആളെന്ന് പറയുന്നത് നൃത്തം ഇപ്പോഴും അഭ്യസിച്ചുകൊണ്ടിരിക്കുകയാണ്. 3.5 വയസ്സിൽ നൃത്തം തുടങ്ങിയതാണ് ആൾ. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഹീറോസ് എന്ന സീരിയലിലൂടെ നമുക്കെല്ലാം സുപരിചിതയാണ്. കൂടുതൽ വിശേഷങ്ങളുണ്ട്, നമുക്കറിയാം. എത്ര സീരിയൽ എത്ര സിനിമ എന്നൊക്കെ അറിയാം. ഇന്ദുല ചേച്ചിയാണ്. ചേച്ചി സ്വാഗതം. നമസ്കാരം. ആദ്യം തന്നെ പറയട്ടെ, നല്ല ചിരി കേട്ടോ. ഒരു 2 വർഷം മുമ്പ് ചേച്ചിയുടെ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു വെച്ചിരുന്നു. അതാണ് ബിഹൈൻഡ് ദ സ്ക്രീനിൽ ഞാൻ ചേച്ചിയോട് സംസാരിച്ചത്. അപ്പോൾ ആദ്യം തന്നെ നൃത്തത്തിലേക്ക് തന്നെ അപ്പം ചേച്ചി പറയുകയുണ്ടായി, ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. MBA കഴിഞ്ഞു, ഇപ്പോൾ MA ചെയ്തുകൊണ്ടിരിക്കുന്നല്ലേ? MA ഭരതനാട്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഈ ഡാൻസിനെ കുറിച്ച് അത്രയ്ക്ക് പഠിക്കാനുള്ളൊരു എന്തുകൊണ്ടാണ് ചേച്ചി ഉണ്ടായത്? ഇപ്പം പറഞ്ഞ പോലെ 3.5 വയസ്സ് മുതലേ ഞാൻ ഡാൻസ് പഠിക്കുന്നതാണ്. അപ്പോൾ അതിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ എന്താ ഒരു ഘട്ടത്തിൽ ഒരു ബ്രേക്കൊക്കെ ആയി. അത് കഴിഞ്ഞ് പിന്നെയും ഡാൻസ് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ പഴയ കാര്യങ്ങൾ ഒന്നുകൂടെ ബ്രഷപ്പ് ചെയ്തെടുക്കാനും അതിൽ കൂടുതൽ പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ MA ഒക്കെ ജോയിൻ ചെയ്തത്. ഇപ്പം ഭരതനാട്യം ഇപ്പോൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 18-19 വയസ്സുള്ള കുട്ടികൾ പറയുന്ന പഠിച്ചാൽ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ പഠിക്കുന്ന എപ്പോഴും നല്ലതാണ്. നമ്മളെപ്പോഴും ഒരു കാര്യം പഠിച്ചു നിർത്തിയെന്ന് തോന്നരുത്. അത് വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കണം, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. പഠിക്കും തോറും വീണ്ടും വീണ്ടും കൂടുതൽ അറിവ് കിട്ടും. അത് ഒരിക്കലും ചെറുപ്പത്തിലേക്ക് പോകും ചേച്ചി. എപ്പോഴും ലൈവായിട്ടിരിക്കുക നമ്മൾ. തീർച്ചയായിട്ടും. ഇപ്പോൾ പല സീരിയലുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പം നിലവിൽ ഇപ്പം സ്റ്റിൽ നോ എത്ര സീരിയലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതായത് ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ചെയ്യുന്നുണ്ടോ? ഒന്ന് മാത്രമേ ചെയ്യുന്നുള്ളൂ? 3 സീരിയൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഗെറ്റപ്പ് മനസ്സിലായോ? അത് പറഞ്ഞോട്ടെ. ചേച്ചി ഈ ഗെറ്റപ്പിൽ ഇരിക്കുന്ന ഒരു സീരിയൽ ലൊക്കേഷനിലാണ്. ഞങ്ങൾ കനൽപൂൺ ലൊക്കേഷൻ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വേഷം അല്ലേ എപ്പോഴും പറയാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ പട്ടത്തിക്കുട്ടിയില്ല, നമ്മൾ ആ ഒരു ഏരിയ ഒരു പ്രത്യേക സമുദായമാണല്ലോ, ബ്രാഹ്മൺ സമുദായമാണല്ലോ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വേഷങ്ങൾ മാമിയാർ അല്ലെങ്കിൽ അക്കച്ചിമാർ ഇങ്ങനെയൊക്കെ കാണാറുണ്ട്. ചേച്ചി എനിക്ക് തോന്നുന്നു മിക്ക വേഷങ്ങളും അല്ലേ, ഒട്ടുമിക്ക വേഷങ്ങളും ചെയ്തിട്ടുള്ളത്. ഈ വേഷത്തെക്കുറിച്ച് പറയും. ഇത് ഓരോ സീരിയൽ ചെയ്യുമ്പോഴും എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. പിന്നെ ഇപ്പം വളരെ സോഷ്യലായിട്ടുള്ള കാര്യങ്ങളിലാണല്ലോ ഇപ്പോൾ കൂടുതലും സീരിയലുള്ളത്. അപ്പോൾ അതിൽ തന്നെ എന്തെങ്കിലും ഒരു ഗെറ്റപ്പിൽ എന്തെങ്കിലും വ്യത്യാസം വരണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഈ ഒരു ക്യാരക്ടർ വന്നത്. അപ്പോൾ ഒരു ചെട്ടിയാരുടെ ഫാമിലിയാണ് കാണിക്കുന്നത്. ഒരു തമിഴ് കൾച്ചർ വരണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ എന്താ ചെയ്തു വന്നപ്പോൾ ഈ ഒരു ഗെറ്റപ്പിലായി. അത് ഇപ്പം സ്ഥിരം സാധാരണ രീതിയിലുള്ള ഇതൊക്കെയാണല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വേഷം. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മോഹിനി ചേച്ചിയോട്ടിരിക്കാന്ന്? പഴയ മോഹിനി ഉണ്ടോ? ആ കണ്ണും കൂടെ ഒന്ന് മാറ്റി കിട്ടിയായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. ഒരു ലെൻസ് കൂടെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അതുപോലെ തന്നെ ചിരിയും അതൊക്കെ. എത്ര പേര് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. പണ്ട് പറഞ്ഞിട്ട് അതെ. അതിനകത്ത് എനിക്ക് തോന്നുന്നു അനിയത്തിയായിട്ടോ അല്ലെങ്കിൽ ആ വീട്ടിലൊരു അംഗമായിട്ടോ ചെയ്തിരിക്കുന്നല്ലേ? അപ്പൊ അന്ന് ഞങ്ങളെ ഒരുമിച്ച് കണ്ടപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട് ചായ ഉണ്ട്. ഇപ്പോൾ 15 സിനിമകളും ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിനകത്ത് ഈ പ്രണയനിലാവ് ചെയ്ത സമയത്ത് അത് 2 ജാതി തമ്മിലുള്ള കല്യാണം അങ്ങനെയുള്ള ബേസ് ആയിട്ടുള്ള സീരിയലാണ്, സിനിമയാണത്. ദിലീപേട്ടനുണ്ട്, മണിച്ചേട്ടനുണ്ട്, നെടുമുടി വേണു സാറുണ്ട്, ജയഭാരതിയമ്മയുണ്ട്. ഇവരെല്ലാം ജയഭാരതിയമ്മയല്ല ജയഭാരതിയമ്മ ഉണ്ടായിരുന്നു, KR വിജയമ്മ ഉണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് ഒത്തിരി നല്ല സീനിയറായിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. അപ്പോൾ അതിലും ഒരു അനിയത്തിക്കുട്ടി അല്ലെങ്കിൽ ആ വീട്ടിലൊരു കഥാപാത്രമാണ് ചെയ്തത്. അപ്പോൾ അന്ന് തൊട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയാം, ആ സിനിമയിലുള്ളതായിട്ടുള്ള എക്സ്പീരിയൻസ്. സിനിമ അന്നൊന്നും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവൊന്നുമില്ലല്ലോ. ചെറുപ്പത്തിലാണ് പോവും അഭിനയിക്കും വരും എന്നുള്ളത്. ഇപ്പോഴാണ് പണ്ട് ചെയ്ത സിനിമകളെ കുറിച്ചൊക്കെ കൂടുതൽ ആലോചിക്കുന്നത്. അന്ന് ബ്ലാങ്ക് ആയിട്ട് പോയി ചെയ്തു. അവർ ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യും വരുന്നല്ലാതെ കൂടുതൽ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഫീൽഡിൽ വലിയൊരു പാഷനോ അല്ലെങ്കിൽ വലിയ ഒരു ഇങ്ങനെ ഒരു ലക്ഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല.
അപ്പം അങ്ങനെ ഈ ഒരു ഫ്ലോയിൽ ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെ വന്നു ഇങ്ങനെ പോയത്. നിൽക്കുന്നു, ലൈവായിട്ട് നിൽക്കുന്നില്ലേ? എന്ത് പറയണമെന്ന് എനിക്ക് തോന്നുന്നു ചേച്ചിക്ക് പറ്റുന്നില്ലെന്ന് തോന്നുന്നു. എന്താണ് അതിനകത്ത് അത് എക്സ്പ്രഷൻ? എന്താണ് പറയേണ്ടതെന്ന് എന്ന് വെച്ചാൽ ഒരു പ്ലാൻ ചെയ്തൊന്നും അല്ല ഇതിലേക്ക് വന്നത്. അപ്പോൾ അതാണ് ഈ സ്റ്റഡീസും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു നല്ലൊരു ജോലി, ഓഫീസ് ജോലി ആയിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അതിന് വേണ്ടിയിട്ടാണ് അറിയാലോ, MBA കഴിയുമ്പോൾ തന്നെ നമുക്ക് അറിയാലോ എന്തെങ്കിലും ഒരു ഓഫീസ് ജോലി. അത് ബാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് MBA. ഏത് ബാങ്കിലാണ് ചേച്ചി വർക്ക് ചെയ്തത്? പ്രൈവറ്റ് ബാങ്ക്സിലായിരുന്നു. ആയിരുന്നോ? ING വൈശ്യ ബാങ്ക്, പിന്നെ HDFC, കോട്ടക് മഹീന്ദ്ര ബാങ്ക്. അങ്ങനെ ഈ നമ്മുടെ ഏതൊരു കാര്യം നോക്കുമ്പോൾ ലൈഫിൽ നമുക്ക് പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കുറേ വിഷമങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ചേച്ചിയെക്കുറിച്ച് നോക്കിയപ്പോൾ 2 വർഷം മുമ്പാണ്, അപ്പോൾ 8 വർഷമായി കാണും. ഇപ്പം ചേച്ചി പറഞ്ഞതിൻ്റെ 10 വർഷം. നമ്മുടെ നാടിൽ നടമ്പ് നമ്മുടെ വിട്ട് പോകുമ്പോൾ, ഞരമ്പ് നമ്മുടെ വിട്ട് പോകുമ്പോൾ നമുക്ക് പല വിഷമങ്ങളുണ്ടാവാറുണ്ട്. പല തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കേണ്ടി വരും. അത്തരത്തിൽ കുറേ കാര്യങ്ങൾ കേട്ടായിട്ട് ചേച്ചി ഒരു ആർട്ടിക്കിളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം ചേച്ചി കുടുംബക്കാരെയും നാട്ടുകാരുടെയൊക്കെ ഇവിടെ ഇങ്ങനെ നടക്കുന്നു, ഇങ്ങനെ സീരിയലിന് വേണ്ടി ഇപ്പോൾ സിനിമ ഇങ്ങനെ എന്തിനാ അഭിനയിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള പരിഹാസങ്ങൾ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ചേച്ചി എന്താ പറയുള്ളത്? അത് അന്നൊക്കെ ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതൊക്കെ തരണം ചെയ്ത് വന്നേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥയിൽ ആയിരുന്നു. അപ്പോൾ എന്തോ എന്താ ദൈവാധീനം കൊണ്ട് അപ്പോൾ ഒരു സ്ട്രെങ്ത് കിട്ടി, അതൊക്കെ തരണം ചെയ്ത് മുമ്പോട്ട് പോന്നു. അപ്പോൾ ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതൊക്കെ എന്താ നമ്മളെ കൂടുതൽ പോസിറ്റീവ് ആക്കിയിട്ടുണ്ട്, കൂടുതൽ സ്ട്രെങ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം എന്താ പറയുക, പല ഇതും കേൾക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഒരു ശക്തി കൂടുതൽ കിട്ടുമല്ലോ. നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി അതൊക്കെ ആയിരുന്നു എന്നാണ് ഞാനിപ്പോൾ വിചാരിക്കാറുള്ളത്. എല്ലാം പോസിറ്റീവായിട്ട്. പക്ഷേ ആ ദുരിത സമയത്ത് കൈപിടിച്ചു ഉയർത്തിയ കുറേ നമ്മുടെ ഈ അഭിനയ രംഗത്തിനുള്ളവർ കുറേ പേര് താങ്ങായിട്ട് തള്ളായിട്ട് നിന്നിട്ടുണ്ടെന്ന് ചേച്ചിനെ പറഞ്ഞിട്ടുണ്ട്. അത് കൂടുതലും അങ്ങനെ പറയാൻ പറ്റില്ല. എൻ്റെ ഫ്രണ്ട്സ് വളരെ ചുരുക്കം ചില ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ആയിരുന്നു എനിക്ക് ഒരു സപ്പോർട്ടായിട്ട് നിന്നത്. പലത് കാര്യങ്ങളിലും എനിക്ക് മോട്ടിവേറ്റ് ചെയ്ത് ഒരു മോറൽ സപ്പോർട്ട് തന്ന കൂടെ നിന്നിട്ടുണ്ട്. അപ്പം അതാണല്ലോ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യം. പിന്നെ അതുപോലെ മകൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ള ആളാണ്. എനിക്കൊന്ന് ചേച്ചിയുടെ കോസ്റ്റ്യൂമായാലും അഭിനയമായാലും എല്ലാം ഇപ്പോൾ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കും. മോൾ എന്താ ഇപ്പോൾ ചെയ്യുന്നത്? മോള് ഇപ്പോൾ +2 കഴിഞ്ഞു. ഇപ്പോൾ എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്തൊക്കെ പറയാം, അമ്മയുടെ അഭിനയം കണ്ടിട്ടോ പറയാറുണ്ടോ ആള്? വലിയ നല്ല അഭിപ്രായമൊന്നുമല്ല. അഭിനയം കൊള്ളില്ലെന്നാണ് പറയുന്നത്. ഇങ്ങനെയൊന്നും അല്ല വേണ്ടതെന്ന് പറയാം. പിന്നെ ഇപ്പോൾ നമ്മൾ മെഗാ സീരിയലിലെ ഒരു ട്രെൻഡ് ഇങ്ങനെ ഒരു രീതി ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് എന്താ വിട്ട് മാറി ചെയ്യാൻ പറ്റാറില്ല. നാച്ചുറൽ ആക്ടിങ് അല്ല, ഇത്തിരി ഓവർ ആക്ടിങ് ആണെന്നൊക്കെ പറയാറുണ്ട്. അറിയില്ല എന്താന്നുള്ള സീരിയൽ എന്താന്നുള്ള അറിയില്ലായിരിക്കും കൊച്ചിന്, അതുകൊണ്ടായിരിക്കാം. ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷൻ അങ്ങനെ സീരിയലൊന്നും അങ്ങനെ കാണുന്ന കൂട്ടത്തിലല്ല. അപ്പോൾ പിന്നെ നമ്മൾ അപ്ഡേറ്റഡ് ആവുന്ന അവരുടെ അടുത്തുനിന്ന് ഓരോ സജഷൻസ് ഒക്കെ കിട്ടുമ്പോഴാണ്. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡ് എങ്ങനെയാണ്, ഇപ്പോഴത്തെ പുതിയ കാര്യങ്ങൾ എങ്ങനെയാണ്, ടെക്നിക്കലി ആയാലും എല്ലാ കാര്യങ്ങളിലും അവളുടെ അഭിപ്രായങ്ങൾ നമ്മൾ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കും. പല കാര്യങ്ങളും അവരുടെ അടുത്തുനിന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. അല്ല, അങ്ങനെയുള്ള സീരിയൽസ് ഇപ്പം വരുന്നുണ്ടല്ലോ, കുറേ വരുന്നുണ്ട്. ജനറേഷന് പറ്റിയുള്ള സീരിയൽസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ദൂരദർശനിൽ പോകുന്നു, ഹീറോസ് എന്നുള്ള സീരിയൽ ചെയ്യുന്നു. അത് മാത്രമല്ല ആ സമയങ്ങളിൽ എപ്പിസോഡ്സ് എന്ന് പറഞ്ഞാൽ അങ്ങ് നീണ്ടു കിടക്കുകയാണ്. വേറെ സീരിയൽസ് ഇല്ലല്ലോ. 7 എപ്പിസോഡ്, പിന്നെ 13 എപ്പിസോഡ് അങ്ങനെ അല്ല അത് 14 എപ്പിസോഡ് ക്ലോസ് ചെയ്യുന്ന സമ്പ്രദായമായിരുന്നു ഒന്ന്. പക്ഷെ അത് ഇങ്ങോട്ട് വരെ നമ്മുടെ ഏഷ്യാനെറ്റ് എന്നുള്ള പ്ലാറ്റ്ഫോം വരികയാണെങ്കിൽ പിന്നെ അങ്ങ് 4 വർഷം 5 വർഷം ഇങ്ങനെ നീണ്ടു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വർഷം അഭിനയിച്ചിട്ടുള്ള സീരിയലും ലൊക്കേഷൻ ഏതായിരിക്കും? ചാനൽ എൻ്റെ ഓർമ്മയിൽ സൂര്യ ടിവിയിലെ താലി എന്ന് പറഞ്ഞ സീരിയലായിരുന്നു. അത് 3-3.5 വർഷം പോയി. അത് എൻ്റെ ലൈഫിലും ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ആ സീരിയല്. അത് ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആ സീരിയൽ സ്റ്റാർട്ട് ചെയ്തത്. ഡിഗ്രി കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞതും ആ സെറ്റിൽ വെച്ചിട്ടായിരുന്നു. ഹസ്ബൻഡ് അതിലെ എപ്പിസോഡ് ഡയറക്ടറായിരുന്നു. പക്ഷെ അത് എങ്ങും പറഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ആർട്ടിക്കിളിൽ ഇല്ലായിരുന്നില്ലെങ്കിൽ ഞാൻ അത് ചോദിച്ചേനെ. അതിന്റെ ഡയറക്ടറായിരുന്നു അല്ലേ? എപ്പിസോഡ് ഡയറക്ടറായിരുന്നു. കുറച്ച് എപ്പിസോഡ്സ് ചെയ്തിരുന്നു. ഹസ്ബൻഡ് അദ്ദേഹത്തിന്റെ പേരും കൂടെ ഒന്ന്? ശങ്കരൻ പോറ്റി. അപ്പോൾ എന്തായാലും ചേട്ടന് ഇപ്പോൾ ഒരു ചെറിയ ഒരു
എന്തായാലും ഒരു പ്രണാമം നമ്മുടെ ഒരു മൂവി വേൾഡ് മീഡിയയുടെ അദ്ദേഹം കാണട്ടെ. കാര്യം എന്ന് വെച്ചാൽ ഇത്രയും നല്ലൊരു നടിയെ വീണ്ടും അഭിനയിക്കാൻ വിട്ടല്ലോ എന്നുള്ളതാണ്. അതിനുശേഷം കുറേ ചെയ്തില്ലേ, കുറേ എപ്പിസോഡ്സ് ചെയ്ത്, കുറേ വേറെ സീരിയൽ ആ സമയം തന്നെ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഒരു സീരിയലിനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് പോകുന്ന സമയമായിരിക്കും അല്ലേ ചേച്ചി? വേറെ അധികം സീരിയലൊന്നുമില്ല. ഈ 3.5 വർഷം എങ്ങനെയായിരുന്നു? അവ എത്ര എപ്പിസോഡ് പോയിരുന്നത്? എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. 1000-ൽ കൂടുതൽ പോയി. 1500 പുറത്ത് പോയി കാണും. കാര്യം അത്രയില്ല, 1000 എപ്പിസോഡുകളാണ്. എന്തായാലും 1000+ എന്തായാലും ഉണ്ടല്ലേ. നമ്മൾ വിഷമങ്ങളുണ്ടെങ്കിലും എങ്ങനെയാ ചിരിച്ചുകൊണ്ട് അഭിനയിക്കുന്നത്? അതൊരു ആർട്ടിസ്റ്റിന്റെ കഴിവാണ് എങ്കിൽ പോലും. ഇപ്പൊ പണ്ട് മുതലേ നമ്മൾ സ്റ്റേജിൽ പെർഫോമൻസ് ചെയ്ത് അപ്പം നമ്മുടെ മൂഡ് എന്താണെന്നുള്ളതൊന്നും ഓഡിയൻസ് അറിയേണ്ട കാര്യമില്ല. അപ്പൊ അതങ്ങനെ ആയിരിക്കാം. സ്റ്റേജിൽ പെർഫോം ചെയ്ത് നമുക്ക് അങ്ങനെ ഓട്ടോമാറ്റിക്കലി വന്നു പോകണതാണ്. ക്യാമറ ഓൺ ചെയ്ത് കഴിയുമ്പോൾ അറിയാതെ ചിരി വന്നു പോകും. കാര്യം എത്രയോ വർഷമല്ലേ. എനിക്ക് തോന്നുന്നു ഒരു 10-25 വർഷത്തിൽ കൂടുതലായിട്ടുണ്ടോ, അതോ 20 വർഷം 20 years പ്ലസ് ആയിട്ടുണ്ടോ ഇൻഡസ്ട്രിയിൽ വന്നു? അല്ല, ടോട്ടല് ഇൻഡസ്ട്രിയിൽ വന്നിട്ട്, ഫിലിമല്ല, മൊത്തത്തിൽ നമ്മുടെ കലാരംഗത്തേക്ക് വന്നിട്ട്. 30 years. കുറച്ച് ചേച്ചിയുടെ വയസ്സ് പറയാതിരിക്കാൻ വേണ്ടി കുറപ്പിച്ച് 30+ ആയിട്ടുണ്ടല്ലേ. എനിക്ക് തോന്നുന്നു ആഘോഷങ്ങൾ 25 years ആഘോഷങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അല്ല, നിങ്ങളൊക്കെ വന്ന് പറയുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഇത്രയും വർഷമായി അല്ലേ. ആലോചിക്കാറില്ല, നമ്മള് ജീവിച്ചങ്ങ് പോവാ. എത്ര സീരിയലായി, എത്ര സിനിമയാണെന്ന് വെച്ചാൽ നമ്മൾ അന്ന് ഇങ്ങനെ കണക്കെഴുതി വെക്കാറില്ലല്ലോ. ഇപ്പൊ ഇപ്പോഴാണ് ആലോചിക്കുന്നത്. പക്ഷേ അന്ന് ഓരോ സിനിമയും കഴിയുമ്പോൾ അല്ലെങ്കിൽ സീരിയൽ കഴിയുമ്പോൾ പേര് എവിടെയെങ്കിലും ഒന്ന് കുറിച്ചിടേണ്ടതായിരുന്നു എന്ന് എനിക്കൊന്ന് 75 തോന്നുന്നു. 80+ ആയിട്ട് 80-90 ഒക്കെ ഒരുപാടുണ്ട് സീരിയൽസ് അല്ലേ. എനിക്ക് 4 വർഷം മുമ്പുള്ളതിനകത്താണ് ഇത് ഇട്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 90+ 100 ആയി കാണാം സീരിയൽസ് എന്തായാലും. മേ ബി ഈ ടാറ്റു കൊള്ളാം. അത് എന്താണ് ചേച്ചി, അതിനകത്ത് എന്താണ് ഓരോ അർത്ഥങ്ങളുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് മനസ്സിലായത്. അത് ഒരുപാട് അർത്ഥങ്ങളുള്ളതാണ്. ഒന്ന് പറയാമോ എന്താണ്? ഇത് താമര, പോസിറ്റിവിറ്റി, എനർജി. ഇത് സൂര്യൻ, ചന്ദ്രൻ, ഇത് പോസിറ്റീവ് എനർജിയും കാംനെസ്. ഇത് അമ്മയും കുഞ്ഞും. അതൊരു സ്വീറ്റ്നെസ് അല്ലേ, നമുക്കൊരു കെയറിംഗ് പാമ്പറിംഗ്. ഇത് ലിബ്രാന്റെ സൈനാണ്. പിന്നെ ഇത് ട്രയാങ്കിൾ, അത് എനർജിയാണ്. ഇത് ഫുൾ എനർജി പാക്കാണ് വെച്ചിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് നമ്മൾ എനർജി എല്ലാം ഇരിക്കുക? ഇപ്പൊ ലൈഫ് എങ്ങനെയാണ് ചേച്ചി പോയിക്കൊണ്ടിരിക്കുന്നത്? ലൈഫ് അങ്ങനെ പോകുന്നു. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എപ്പോഴും ഫുൾ ബിസി ആയിട്ടിരിക്കാൻ നോക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ ഓഫ്കോഴ്സ് അഭിനയമുണ്ട്. എൻഗേജ്ഡ് ആവാൻ നോക്കുന്നുണ്ട് മാക്സിമം അല്ലേ? എൻഗേജ്ഡ് ആണ് ഇപ്പോൾ അഭിനയമുണ്ട്. പിന്നെ ഇവിടെ ട്രാൻസ്ലേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹിന്ദി സീരിയൽസും സിനിമാസ് അതിൻ്റെ സ്റ്റോറി ഡബിങ്ങിനുള്ള സ്ക്രിപ്റ്റും പിന്നെ 1 ലൈൻ ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം ഈ 3 ലാംഗ്വേജ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എഴുതി പുതിയ രംഗത്തേക്ക് വരുന്നത് അല്ല, ഇതിപ്പോ വലിയ റിസ്ക് ഇല്ലാത്ത പണിയാണ് ട്രാൻസ്ലേഷൻ. അപ്പോൾ ബുക്സ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. ചേച്ചി അതിലൂടെയൊക്കെയാണ് നമ്മൾ ഓരോന്ന് ഉദിത്തിരുന്ന് വരുന്നത്, ഓരോ കഥയൊക്കെ വരുന്നത് നമുക്ക് എഴുതാനായിട്ട്. അങ്ങനെ വരട്ടെ, അങ്ങനെ തീർച്ചയായിട്ടും വരണം. ഡയറക്ഷനിലൊക്കെ താല്പര്യമുണ്ടോ? താല്പര്യമുണ്ട്. ടെക്നിക്കലി ഞാൻ പല കാര്യങ്ങളും ഇങ്ങനെ ചോദിച്ചറിയാറൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ ലൈഫിൽ ഒന്നും പ്ലാൻ ചെയ്ത് വന്നതല്ല. അതുകൊണ്ട് ഇപ്പോൾ ഒന്നിനെ കുറിച്ചും ചിന്തിക്കാറില്ല. അത് ആ ഫ്ലോയിൽ അങ്ങനെ വിചാരിച്ചിട്ടല്ല ഈ ഫീൽഡിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല, സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഇതാണ് എൻ്റെ മെയിൻ പ്രൊഫഷനായിട്ട് മാറിയത്. അപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും പിന്നെ ബാങ്കിൽ വർക്ക് ചെയ്തപ്പോഴും ഒക്കെ അങ്ങനെ പോകുമെന്നാണ് വിചാരിച്ചിരുന്നത്. നമ്മുടെ ജോലി ഇപ്പം ഇത് തന്നെയാണ്. അതെ, അപ്പൊ ദൈവം പറഞ്ഞു, നീ കല തന്നെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് തിരിച്ച് നമ്മളെ പിടിച്ചു വലിച്ച് ഇതിലേക്ക് തന്നെ കൊണ്ടുവന്നു. അപ്പൊ അതുകൊണ്ട് എനിക്കിപ്പോ ഡാൻസും കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതും കല, ഇത് കലയാണ്. ജോലിയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഡാൻസ് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഞാൻ ചോദിക്കട്ടെ ചേച്ചി, ഇപ്പോൾ ഒരു ക്യാബിനകത്ത്, ഒരു AC ക്യാബിനകത്ത് ഒരു മാനേജർ പോസ്റ്റിംഗ് അല്ലെങ്കിൽ HR മാനേജറൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഇരിക്കുന്ന ഒരു സുഖം കിട്ടുള്ളൂ. 1.5 lakhs അല്ലെങ്കിൽ 1 lakh സാലറി ഒക്കെ ഓക്കെ, നല്ല സാലറിയാണ്, സ്റ്റേബിൾ ആകാൻ പറ്റുന്നത്. പക്ഷേ ഇതിൽ കിട്ടുന്നൊരു സുഖം അതിൽ കിട്ടുമോ? ഇല്ല, ഇത് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് ഇപ്പോഴാണ് അത് മനസ്സിലാക്കി വരുന്നത്. നേരത്തെ ഒരു ഇൻകം സെക്യൂരിറ്റി എന്നുള്ളൊരു രീതിയിലാണ് അങ്ങനെ നമുക്ക് സാലറി കിട്ടുമ്പോൾ അതൊരു ആശ്വാസമായിരുന്നു. പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ എനിക്ക് ആ ഒരു ജോലി എനിക്ക് പറ്റിയതല്ല എന്ന് തോന്നിയോണ്ടാണ് ഞാൻ വിട്ടിട്ട് പോകുന്നത്. അതിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഫാമിലിയും ഓഫീസും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ എന്തുകൊണ്ട് എനിക്കത് പറ്റിയില്ല, ഒരുപാട് സ്ട്രെസ് തോന്നി.
അപ്പോൾ അങ്ങനെയാണ് ജോലി വിട്ടിട്ടിരുന്നപ്പോഴാണ് ഈ ട്രാൻസ്ലേഷൻ വർക്ക് വന്നത്. ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് അല്ലേ? ആ അതെ. ഈ മകൾ എങ്ങനെയാണ് ഇപ്പം അഭിനയത്തിനോടൊക്കെ താല്പര്യമുണ്ടോ? താല്പര്യമുണ്ട്. അവള് 1-2 സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എപ്പോഴും നമുക്കൊരു പ്രൊഫഷൻ, ഒരു കരിയർ വേറെ ഒരു ബാക്കപ്പ് ആയിട്ട് ഉണ്ടെങ്കിൽ അത് ഒരു നല്ല കാര്യമാണല്ലോ. പിന്നെ അവൾക്ക് ഡോക്ടർ ആവണം എന്നാണ് അവളുടെ ആഗ്രഹം. പണ്ട് മുതലേ ആ ഒരു ആഗ്രഹം വെച്ച് തന്നെയാണ് പഠിക്കുന്നത്. ഇനി എന്തായാലും ഇപ്പം ഈ ചേച്ചി പറഞ്ഞോളൂ ചേച്ചി, എന്തോ പറയാൻ വന്നല്ലോ. അല്ല, അപ്പൊ അത് ഡോക്ടറായി കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ അഭിനയിക്കാം. പോട്ടെ. എന്തായാലും നമുക്കൊരു സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ഒരു ജോബ് മസ്റ്റായിട്ടും എല്ലാ കലാകാരും സലീമേട്ടനൊക്കെ പറയാറുണ്ട്, സലീംകുമാർ അദ്ദേഹം പറയാറുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ സ്ത്രീകൾക്ക് വളരെ ആവശ്യമുള്ളൊരു കാര്യം ഇത്. ഇന്ന ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ ഒരു ഇൻകം ഉള്ളത് വളരെ നല്ലതാണ്. സ്ത്രീകൾ നല്ല ഇപ്പൊ അഭിനയിക്കുന്ന പുരുഷന്മാർക്കും അതൊരു ആവശ്യമുള്ള കാര്യം. ഇതൊക്കെ ജോലിയായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ. ഇപ്പം വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഓൺലൈൻ ഉണ്ടായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ചേച്ചിക്ക് ഇനി വരുന്ന, അതായത് കുറേ ക്യാരക്ടർ, ഇഷ്ടംപോലെ ക്യാരക്ടർ, പോലീസ് ഉദ്യോഗസ്ഥ വരെയുള്ള ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ചെയ്യാനായിട്ട് ബാക്കിയുണ്ടോ? ഒരുപാട്. അമ്മൂമ്മ കഥാപാത്രം ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. പുരാണ സീരിയലില് കുറെ നാളായല്ലോ, കുറെ വർഷങ്ങളായിട്ടുള്ള, അതായത് ഈ പേടിപ്പിക്കുന്ന സീരിയലിലൊക്കെ വരുന്ന പോലത്തെ അല്ല, അതിലല്ലേ ഹൊററായിട്ടുള്ള, അല്ല ഓരോ എപ്പിസോഡിൽ ഓരോന്ന് വരുന്ന മാറി മാറി സിറ്റ്കോം പോലെ വരുന്നത് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് കുട്ടികളുടെ അടുത്ത് പേടിക്കാറുണ്ടോ കുട്ടികൾ ചേച്ചി കാണുമ്പോൾ? ഇല്ല. തിരിച്ചറിയുന്നുണ്ടോ കുട്ടികൾ? കൊച്ചു കുട്ടികൾ, വലിയവരെന്തായാലും തിരിച്ചറിയും. അപ്പൊ ഈ പറഞ്ഞ പോലെ ഒരുപാട് നാളായിട്ട് നമ്മൾ ടി വിയിൽ കണ്ടോണ്ടിരിക്കുന്നുണ്ട്. ആരെങ്കിലും ഏതെങ്കിലും ഇതിലൊന്ന് കണ്ടിരിക്കുമല്ലോ. ഇങ്ങനെ കാണിക്കില്ല. എനിക്കൊന്ന് അശോകേട്ടൻ, നമ്മുടെ സിനിമയുടെ അശോകേട്ടനും അതേപോലെ തന്നെ മനോജ് കെ ജയൻ, അവരുടെയൊക്കെ കാലഘട്ടത്തിലുള്ള സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പണ്ടുള്ള പിടക്കോഴി കോന്ന് നൂറ്റാണ്ട് പോലത്തെ സിനിമകളൊക്കെ കണ്ടു. എനിക്കൊന്ന് ആ കാലഘട്ടങ്ങളിൽ ചേച്ചി കുഞ്ഞാണ് എങ്കിൽ പോലും കുറച്ചുകൂടെ വളർന്നു വരുന്ന സമയത്ത് ഈ ചേച്ചി ചെയ്യുന്ന കുറേ കഥാപാത്രങ്ങൾ, ഇപ്പോൾ തന്നെ പ്രണയനിലാവിൽ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ കുറച്ചും മുന്നേ ചെയ്തിട്ടുള്ള, അത്തരത്തിലുള്ള ഏതെങ്കിലും കഥാപാത്രം മുന്നേ വന്നിട്ടുണ്ടോ അതോ ചെയ്തിട്ടുണ്ടോ? ഒരുപാട് അങ്ങനെ ഓഫേഴ്സ് വന്നിട്ടുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് അത് ഏറ്റെടുക്കാൻ പറ്റാതെ ഇരുന്നിട്ടുണ്ട്. അതെ, നമുക്ക് പല സിറ്റുവേഷൻ ആയിരിക്കല്ലേ എടുക്കാൻ പറ്റാതെ വന്നത്. ഇപ്പം പഠിത്തം എങ്ങനെയുണ്ട് ചോദിക്കാം. കുട്ടിയുടെ പഠിത്തം എങ്ങനെയുണ്ട്? കുട്ടി നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? കിട്ടുന്ന സമയം അതിനു വേണ്ടി ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇപ്പൊ നമുക്ക് അങ്ങനെ ആരും നമുക്ക് പ്രഷർ തന്നെ പഠിപ്പിക്കുകയല്ലോ, നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്. സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് പഠിക്കണമെന്നുള്ള സ്വയബോധം. പിന്നെ ഇപ്പൊ ഡാൻസ് പ്രോഗ്രാംസും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഈ പഠിത്തം കൂടെ സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവിധ ഭാഗങ്ങളും ചേച്ചി സമയമായി അവിടെ. ചേച്ചി ലൊക്കേഷനിൽ നമ്മൾ കുറച്ച് സമയം നമ്മോടൊപ്പം കൂടെ നമ്മുടെ മൂവികളിൽ വീഡിയോയിൽ മിനി സ്ക്രീനിൽ ഒപ്പം കൂടി വളരെ സന്തോഷം. പ്രേക്ഷകരോട് എന്താ പറയുക? പ്രേക്ഷകരോട് ഇത്രയും നാളും എന്നെ സ്ക്രീനിൽ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. എവിടെ പോയാലും നിങ്ങളൊരു സ്നേഹവും കാര്യങ്ങളും ഒക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഇനിയും അത് കണ്ടിന്യൂ ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷം ചേച്ചി. എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു.